അപ്പോൾ നമ്മൾ പറഞ്ഞൊന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ വളരെ ഫുൾ ഫ്രീ ആയിട്ട് നിർത്തുക. എന്നിട്ട് നമ്മുടെ ഫൂട്ടാന്ന് വിചാരിക്കുക. ഞാൻ കാണിച്ചത് നമ്മുടെ ഫൂട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഫിംഗറാണ് ഫൂട്ടിൻ്റെ, അതായത് കാലിൻ്റെ ഫിംഗേഴ്സാണ് ഇത്. ആ ഫിംഗേഴ്സ് മാത്രം നമ്മൾ നേരത്തെ സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്തില്ലേ, സ്ലോ ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ സ്പീഡായിട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഈ ഫിംഗർ ടച്ച് ചെയ്ത് നിർത്താം. ഫിംഗർ മാത്രമേ ഇങ്ങനെ മുട്ടാൻ പാടുള്ളൂ. ഈ ഫൂട്ട് ഇങ്ങനെ വന്ന് മുട്ടരുത്, ഫിംഗർ മാത്രമേ മുട്ടാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ കൈ ഫ്രീ ആയിട്ട് ചാടാം. അതായത് 1 2 3 4 5 6 7 8 9 10 11 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 അതിന് ഏകദേശം ഒരു 1 മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ടൈമർ ഉണ്ടെങ്കിൽ ടൈമർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. വാച്ച് ഉണ്ടെങ്കിൽ വാച്ച് കിട്ടിയാലും മതി. ടൈമറുള്ള വാച്ച് ഉണ്ടല്ലോ, അത് കിട്ടിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റെഡി കിട്ടുക. ഇനി ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെറ്റ്, വീണ്ടും 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, വീണ്ടും ഒരു സെറ്റ്. അങ്ങനെ 3 സെറ്റായിട്ട് 60 ടൈംസ് നമ്മൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ജമ്പിങ് ജാക്സ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് വളരെയധികം സപ്പോർട്ടീവാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ മസിൽസ് ആണെങ്കിലും, സ്റ്റൊമക്കിൻ്റെ മസിൽസ് ആണെങ്കിലും, ഈ തൈയുടെ മസിൽസ് ആണെങ്കിലും, കാഫ് ആണെങ്കിലും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും ഹൈ ബ്ലഡ് ഫ്ലോയ്ക്കും ഈ ഒരു ജമ്പിങ് ജാക്സ് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും കേട്ടോ. മറന്നു പോരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതൊരു മെയിൻ എക്സസൈസിൽ, നമ്മുടെ ഡയറ്റിങ് ചെയ്യുന്ന എക്സസൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇത് മറന്നു പോരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൈ ഫ്രീ ആയിട്ട് നിർത്താം. 1 2 3 4 5 7 8 9 10 11 13 14 15 16 17 18 19 ഇത് നമ്മൾ ഇവിടെ മാത്രം ഇങ്ങനെ ടച്ച് ചെയ്യണം കേട്ടോ. കാലിൻ്റെ ഈ തുമ്പ് മാത്രമാണ് മുട്ടിക്കുന്നത്, വേറെ ഒന്നും നമ്മൾ മുട്ടിക്കണില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചാടുമ്പോഴും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ ഒരു ഫ്ലോർ മാറ്റ് വിരിക്കുക, അതിനകത്ത് ചാടാം. അല്ലെങ്കിൽ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ മാറ്റുമ്പോൾ ചാടാം. അല്ലെങ്കിൽ നിങ്ങൾ ചെരുപ്പ് ഷൂ ഇട്ടിട്ട് ചാടാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചെരുപ്പിട്ട് ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ പള്ളി പൊട്ടി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചെരുപ്പിട്ടിട്ട് പരിപാടി ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ഒരു ആക്ഷൻ ഷൂ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ, യോഗ ഒക്കെ ചെയ്യുന്ന മാറ്റ്, ആ മാറ്റിൽ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ കാല് വേദന എടുക്കില്ല. ഇനി അടുത്തത് നമ്മൾ അടുത്ത സെറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, റെഡി വേണ്ടി സ്റ്റാർട്ട്. 1 2 3 5 6 7 8 9 10 11 12 ഓക്കെ, ഇങ്ങനെ നമ്മൾ 3 സെറ്റുകളാണ് നമ്മളപ്പോൾ ചെയ്യേണ്ടത്. 3 സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാലിൻ്റെ ഈ മസിലുണ്ടല്ലോ, കാഫ് മസിൽ, ഇതൊക്കെ നല്ല പിടുത്തം വരും. നമ്മുടെ ഈ തൈ മസിൽസിനൊക്കെ നല്ല പിടുത്തം വരും. നല്ലൊരു പിടുത്തം കിട്ടും. നമ്മൾ അത്ര നാളെ നമുക്ക് ഒന്നും തോന്നില്ല കേട്ടോ. കാൽമ ഒരു പിടുത്തം തോന്നില്ല, സിമ്പിളായിട്ട് നമ്മൾ നടക്കുക. ഇപ്പം നമ്മൾ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു ബലം വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തവരും കമൻറ്റ് ഇട്ടോട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി തേർഡ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കണം. തേർഡ് പാർട്ടല്ല, തേർഡ് ടൈപ്പ്. ഫസ്റ്റ് ചെയ്ത് സെക്കൻഡ് ചെയ്ത് തേർഡിലേക്ക് കിടക്കണം. ഓക്കെ, 1 2 ഓക്കെ, നല്ല സുഖമുണ്ട്. ഓക്കെ, നല്ലൊരു കാലിനൊക്കെ നല്ല ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പവർ എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ കാഫിൻ്റെ ഒക്കെ അവിടെയുള്ള ഈ ഒരു മസിൽസ് ഉണ്ടല്ലോ, കാഫ് മസിൽ, അവിടുത്തെ മാംസമൊക്കെ ആദ്യം പോവും. മാംസമൊക്കെ
ഇത് ഫാറ്റൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു ഷേപ്പായിട്ട് വരും. നമ്മൾ കാലം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു മസിലിൻ്റെ ഷേപ്പ് വരും. അങ്ങനെ ഇല്ലാത്ത ലേഡീസാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. വയറൊക്കെ കുറയും. നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് വരും എന്നൊക്കെ പറയില്ലേ. ഇപ്പം നിങ്ങൾക്ക് വയറുള്ള പോലെ എനിക്കും വയറുണ്ട്. ഈ വയറ് ഞാൻ കുറച്ച് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ജേണിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. എല്ലാ ദിവസവും എക്സസൈസും കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഡയറ്റും കാര്യങ്ങളും ആവശ്യമുള്ളവർ ഡയറ്റ് എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയറ്റാണ്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ, അതോ നമ്മളെ മറ്റുള്ളവർ കളിയാക്കോ നമ്മളെ കണ്ട് മറ്റുള്ളവർ കണ്ടതുള്ളൂ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റപ്പാണ് ചെയ്യണത്. സിറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ചെയറിൽ ഇരിക്കേണ്ടത് അതുപോലെ നമ്മൾ ഇരിക്കുക. നമ്മൾ ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ട് മടങ്ങൂല. നമ്മളിങ്ങനെയല്ല ഇരിക്കുക അതുപോലെ. അതായത് മുട്ട് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം, മുട്ട് ലെവലായിരിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇത് മുട്ടാൻ ശരിക്കും ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കരുത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. മുട്ട് കറക്റ്റായിട്ട് നിൽക്കണം. ഇങ്ങനെ മാത്രം ഇങ്ങനെ. ഈ ഭാഗം മുട്ടാണെങ്കിൽ ഇത് അനങ്ങരുത്. ഇതാണ്ട് ഇരിക്കണണ്ട, ഇങ്ങനെ ഇരിക്കണണ്ട. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ഇതേ 2 3 4 5 6 7 8 9 10. കിടുകിടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കും. അതൊന്നും പ്രശ്നമില്ല. അത്രയ്ക്കും വലിയ പ്രഷർ നമ്മൾ കൊടുക്കേണ്ടിരുന്നാൽ മതി കാലിലേക്ക്. പിന്നെ സിറ്റപ്പ്, ഇരുന്ന് എണീക്കണ പരിപാടി. അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കാലിൻ്റെ മുട്ട് ഫ്രണ്ടിലേക്ക് പോകരുത്. അതാണ് പറയണത്. കാലിൻ്റെ മുട്ട് ഒരിക്കലും ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇരിക്കരുത്. അതേ നിൽക്കുന്ന പൊസിഷനിൽ നിന്നിട്ട് ബാക്കിലേക്ക് മാത്രം ഇങ്ങനെ ആക്ഷൻ ആവാൻ പാടുള്ളൂ. അങ്ങനെ ഒരു മനസ്സിലാവണമെന്ന് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു ചെയർ ഇടുക, ബാക്കിലിടുക. എന്നിട്ട് ചെയറിൻ്റെ സീറ്റുമ്പോൾ നമ്മൾ പിടിക്കൂലേ, ഇരിക്കുന്ന ഭാഗത്ത് പിടിച്ചിട്ട് നമ്മൾ കാല് താഴ്ത്തിക്ക് പോവുക, എണീക്കുക, താഴ്ത്തിക്ക് പോവുക, എണീക്കുക, താഴ്ത്തിക്ക് പോവുക, എണീക്കുക, താഴ്ത്തിക്ക് പോവുക, എണീക്കുക. അതിൻ്റെ ഒരു 4-5 തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. ഐഡിയ മനസ്സിലാകുമ്പോൾ കസേരയായിട്ട് മാറ്റിയിടാം. എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് 1 2 3 4 5 6 7 8 9 10. ഇപ്പോഴത്തേക്ക് നമ്മുടെ നെറ്റൊക്കെ വേർത്ത് തുടങ്ങി. ഇവിടെ ഓൾറെഡി AC ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ വേർക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കൗട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ.